നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ഭിന്നിപ്പിലൂടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ് എങ്കിൽ അതിന് കച്ചകെട്ടിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേന്ന് ഇതുപോലെയുള്ള നിയമങ്ങളുമായി വീണ്ടും വരുന്നത് എങ്കിൽ, ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ, ആ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ നരേന്ദ്രമോദിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താഴെ ഇറക്കിക്കൊണ്ട് ഇത്തരം കരിനിയമങ്ങളിൽ നിന്ന് ഈ രാജ്യത്തിന് മോചനം നേടിക്കൊടുക്കുമെന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണോ അവർ ഇതിനെ ഒരു അവസരമാക്കി മാറ്റുന്നത്? അതേ ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ ഇന്ത്യയിലെ മതനിരപേക്ഷത വീണ്ടെടുക്കാനുള്ള ഒരു അവസരമായി ഈ രാജ്യത്തെ സാധാരണക്കാർ ഇതിനെ തിരിച്ചറിയണം. ഇവിടെ കോൺഗ്രസിന് മാത്രമേ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ സാധിക്കുകയുള്ളൂ. കോൺഗ്രസിന്റെ ശക്തമായിട്ടുള്ള ഇടപെടലുകളാണ് ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ പ്രതീക്ഷാപൂർവ്വം ഉറ്റുനോക്കുന്നത് എന്നുള്ള പൂർണ്ണമായ ഉത്തരവാദിത്ത ബോധത്തിലാണ് കോൺഗ്രസിലെ ചെറുപ്പക്കാർ ഈ സമരവുമായി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ നാണം കെട്ട ഭരണാധികാരിയെ, ഈ രാജ്യത്തെ തകർക്കുന്ന രാജ്യദ്രോഹിയായ ഭരണാധികാരിയുടെ കോലം കത്തിച്ചുകൊണ്ട് ഇതുപോലെ ശക്തമായിട്ടുള്ള ഒരു സമരവുമായിട്ട് കടന്നു വന്നിട്ടുള്ളത്. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. കേരളത്തിന്റെ പൊതുവികാരമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഞാൻ അക്കാര്യത്തിൽ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും, സംഘപരിവാർ ഒഴികെയുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളെയും അഭിവാദ്യം ചെയ്യാൻ വേണ്ടി കൂടി ആഗ്രഹിക്കുകയാണ്. കാരണം ഞാനടക്കം നിയമസഭയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഐകകണ്ഠേന ഈ CAA NRC വിഷയത്തിൽ ഒരു ശക്തമായ ഐകകണ്ഠേനയുള്ള പ്രമേയം കേരള നിയമസഭ പാസാക്കിയത്. ആ പ്രമേയം കേരള നിയമസഭ പാസാക്കിയപ്പോ ആ പ്രമേയത്തെ, കേരളത്തിന്റെ ആ പൊതുവികാരത്തെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു മഹാമാന്യനാണ് തൊട്ടപ്പുറത്ത് രാജ്ഭവനിൽ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സമരം രാജ്ഭവന്റെ മുന്നിലേക്ക് തന്നെ പ്രതീകാത്മകമായി യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് എന്ന് ഞാൻ കൃത്യമായി തിരിച്ചറിയുന്നു. അതുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെയും അദ്ദേഹത്തിന്റെ പ്രതിപുരുഷനായിട്ടുള്ള ഈ നാണംകെട്ട ഗവർണർക്കെതിരെയും ഈ സംഘപരിവാർ പ്രഭുതികൾക്കെതിരെയും അതിശക്തമായിട്ടുള്ള ജനകീയ പോരാട്ടവുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതോടൊപ്പം കേരളത്തിലെ സർക്കാരിനോട് നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഇത് കേരളത്തിന്റെ പൊതുവികാരമാണ്. ഇക്കാര്യത്തിൽ കേരളത്തിലെ UDF എന്നോ LDF എന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ ഇന്നലകളിൽ ഇതിനെതിരെ പ്രതിഷേധങ്ങൾ തീർത്തവരാണ്. ഇവിടുത്തെ തെരുവുകളെ പ്രതിഷേധ സാന്ദ്രമാക്കിയവരാണ് നമ്മളെല്ലാവരും. ആ കേസ് സമരങ്ങളുടെ പേരിൽ ഏതാണ്ട് 385 കേസുകൾ ഇന്ന് പിണറായി വിജയൻ സർക്കാർ എടുത്ത കേസുകൾ ഇന്നും നിലനിൽക്കുന്നു. ഏതാണ്ട് 6000-ഓളം ആളുകൾ ആ സമരങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഇന്നും പ്രതികളായി അതിന്റെ നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആ ചരിത്രം ഓർമ്മയുണ്ട്, കാലഘട്ടം ഓർമ്മയുണ്ട്. കേരളത്തിൽ എവിടെയും എടുത്തു പറയത്തക്ക ഒരു അക്രമ സംഭവം പോലും ഉണ്ടാകാതെ പൂർണ്ണമായി ജനാധിപത്യപരമായിട്ടാണ്, പൂർണ്ണമായി സമാധാനപരമായിട്ടാണ് ആ സമരങ്ങൾ മുഴുവൻ കേരളത്തിൽ നടന്നത്. അവിടെ എവിടെയും അക്രമം ഉണ്ടായതായി നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സംഘപരിവാർ പോലും ഒരു പരിധിക്കപ്പുറത്ത് അതിൽ അക്രമങ്ങൾ ഉണ്ടായതായി ആ കാലഘട്ടത്തിലൊന്നും ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. നമ്മൾ ആ സമരങ്ങളിലൊക്കെ ഉയർത്തിപ്പിടിച്ചത് ഇന്ത്യയുടെ ഭരണഘടനയെയാണ്. നമ്മൾ വിളിച്ച മുദ്രാവാക്യം മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യമാണ്. ജവഹർലാൽ നെഹ്റു കി ജയ് എന്ന മുദ്രാവാക്യമാണ്. മഹാനായ ഭരണഘടനാ സൃഷ്ടാവ് ബാബ അംബേദ്കറുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ആ സമരത്തിൽ ഇന്നാട്ടിലെ ബഹുസാമാന്യം അണിനിരന്നത് എന്നുള്ള ചരിത്രം നമ്മുടെ ഓർമ്മയിലുണ്ട്.